ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ ദാസൻ, താങ്കൾ എങ്ങനെയാണ് ഇപ്പോൾ ഈ എഥനോൾ കലർത്തിയ പെട്രോൾ വിറ്റു, പക്ഷേ എഥനോൾ കലർത്താത്ത ശുദ്ധമായ പെട്രോൾ വേണം എന്നുള്ള ആവശ്യം ഒരു കൂട്ടർ ഉന്നയിക്കുന്നു? അല്ല, ആവശ്യമൊക്കെ ന്യായമാണ് കിരൺ ബാബു. പക്ഷേ ഈ CJPന്റെ ആ പ്രക്ഷോഭം പോലെയല്ല ഇത്. CJPന് 100% ന്യായമായ എല്ലാ ജനങ്ങളും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മുഴുവൻ ആളുകളും അംഗീകരിച്ച സമരമാണ് CJPന്റെ. അതുപോലെ ഉള്ള അംഗീകാരം ഇത് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ നാട്ടിലെ കോൺഗ്രസുകാർക്ക് ഈ പ്രതിപക്ഷത്ത് ആ ദൗത്യം ഏറ്റെടുക്കാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്തുകൊണ്ട് കോൺഗ്രസിന് വിശ്വാസമില്ല? ഈ രാഹുൽ ഗാന്ധിയും ഈ നമ്മുടെ KC വേണുഗോപാലും ആദ്യം ചിന്തിക്കേണ്ട അതിനെപ്പറ്റിയാണ്. എന്തുകൊണ്ട് ജനങ്ങൾക്ക് വിശ്വാസമില്ല കോൺഗ്രസിനാ? ഇപ്പൊ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ്, ഇപ്പൊ ഈ കഴിഞ്ഞ പ്രക്ഷോഭത്തിൽ തന്നെ കോൺഗ്രസ് എന്താ ചെയ്തത്? എല്ലാം ബസ് നിറച്ചു ആള് കയറി സ്റ്റെപ്പിന്റെ മുകളിൽ വരെ ആളുണ്ട്. പിന്നെ ആ ബേക്കിലത്തെ കോണിന്റെ മുകളിൽ പിടിച്ചിട്ട് രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും യാത്ര ചെയ്യുന്നേ ഉള്ളൂ. ഇവർക്ക് ഈ സമരത്തിൽ ഒരു പങ്കുമില്ല. പിന്നെ നമ്മുടെ നാട്ടിൽ മനസ്സിലാക്കേണ്ടത്, ഒരു ഭരണകൂടം ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടം അവർക്ക് 5 കൊല്ലം കാലാവധി 2 കൊല്ലം കഴിഞ്ഞാൽ മതി. നിങ്ങൾ മറ്റ് പല രീതിയിലും അട്ടിമറിക്കാൻ നോക്കണ്ട. ഈ നാട്ടിലെ അരാജകത്വം ഉണ്ടാക്കാനോ കലാപം ഉണ്ടാക്കാനോ ശ്രമിക്കണ്ട. നേരത്തെ ഇപ്പൊ CJPനെ ആൾക്കാർ മുഴുവൻ, ഞാൻ ആദ്യം മുതലേ പറഞ്ഞു, ആദ്യം തന്നെ മന്ത്രി രാജിവെച്ചെങ്കിൽ ഇത്രയും പ്രക്ഷോഭം ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ അത് കൂടുതൽ പ്രക്ഷോഭം ഉണ്ടാക്കിയിട്ട് നാട്ടിലെ കലാപം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കരുത്. നമ്മുടെ നാട്ടിൽ 2 കൊല്ലം കഴിയട്ടെ. അത് കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ ജനങ്ങൾ വോട്ട് ചെയ്യട്ടെ. ഇവരെ പറ്റൂലെങ്കിൽ ഇവരെ പുറത്താക്കട്ടെ എന്ന്. അല്ലാതെ വെറുതെ നാട്ടുകാരെ പ്രക്ഷോഭം ഉണ്ടാക്കിയിട്ട് നമ്മുടെ നാട് നല്ല രീതിക്ക് പോകുന്നതാണ്. തമ്മിലടിച്ചിട്ട് പ്രക്ഷോഭം ഇല്ലാതെ അടുത്ത ഇലക്ഷൻ നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് മോദിനെ താഴെ ഇറക്കാന്നേ. അതുവരെ നമുക്ക് സഹിക്കാം. 2 കൊല്ലം സഹിക്കണ്ടു. ഓക്കെ കിരൺ ബാബു. ശരി, ശ്രീമതി ജയാണ് കൊല്ലത്തുനിന്ന്. ശ്രീമതി ജയ, ഈ പുതിയ ഒരു കൂട്ടായ്മ കൂടി രൂപപ്പെടുന്നു. ശുദ്ധമായ പെട്രോൾ വാങ്ങുക എന്നുള്ളത്, അല്ലെങ്കിൽ അത് കിട്ടുക എന്നുള്ളത് ഉപഭോക്താവിൻ്റെ അവകാശമാണ് എന്നുള്ളതാണ് ഈ പുതിയ EJP എന്ന് പറയുന്ന കൂട്ടായ്മയെ മുന്നോട്ട് വെക്കുന്ന ആവശ്യം. താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? നമസ്കാരം കിരൺ. നമസ്കാരമുണ്ട്. എവിടെയായിരുന്നു? കുറച്ച് ദിവസം കണ്ടില്ലല്ലോ. ഞാൻ 3 ദിവസമില്ലായിരുന്നു, ഒരു യാത്ര പോയിരുന്നത്. ഓക്കെ. അച്ഛനും സുഖമാണല്ലോ? ഓ, സുഖമായിട്ടിരിക്കുന്നു. ഞാൻ പറയട്ടെ കാര്യം. ഇത് നമ്മളിപ്പോ കുട്ടികള് CJP എന്നും പറഞ്ഞു വന്ന് അവര് നല്ല ഉന്നതമായിട്ടൊരു വിജയം അങ്ങ് കൈവരിച്ചു. അതുപോലെ അടുത്ത ഈ വെഹിക്കിളിന്റെ ഇത് വെച്ച് E20 EJP എന്നും പറഞ്ഞു വരുന്നതും വിജയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ വണ്ടിക്കല്ലേ പ്രശ്നം ഉണ്ടാവുന്നത്. ഈ പെട്രോൾ ഇഥനോളൊക്കെ ചേർത്ത പെട്രോൾ അടിക്കുമ്പോൾ നമ്മുടെ വണ്ടിക്കല്ലേ പ്രശ്നം ഉണ്ടാവുന്നത്. എത്തനോൾ സോറി. അപ്പം അത് നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ടുന്നതാണ്. അതിനെപ്പറ്റി ഒരു പ്രക്ഷോഭം ഉണ്ടാവുകയാണെങ്കിൽ എല്ലാവരും അതിന് സപ്പോർട്ട് ചെയ്ത് ഇതേപോലെ വിജയിപ്പിച്ചെടുക്കണം. കാരണം ഈ മേളിലിരിക്കുന്ന മന്ത്രിമാർക്കോ വന്നോ അതൊരു പ്രശ്നമല്ല. അവർക്ക് വണ്ടി കേടാവുകയാണെങ്കിൽ അവർക്ക് മാറ്റിയെടുക്കാം. നമ്മളെന്താ ചെയ്യുന്നത്? നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് ഇതിന് സപ്പോർട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് വിജയിപ്പിക്കുകയും വേണം. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ് ശ്രീമതി ജയ. ശ്രീ ജ്യോതിഷ് കുമാറാണ് ആലപ്പുഴയിൽ നിന്നാണ്. ശ്രീ ജ്യോതിഷ് കുമാർ, താങ്കൾ എങ്ങനെയാണ് ഈ ശുദ്ധമായ പെട്രോൾ വേണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള കൂട്ടായ്മയെ കാണുന്നത്? അതൊക്കെ രാജ്യ താല്പര്യത്തിനനുസരിച്ചല്ലേ നടന്നു പോകുന്നത് മുന്നോട്ട്. ഇവിടെ ഇപ്പോൾ ഈ പാർട്ടി എന്നും പറഞ്ഞ് ഡൽഹിയിൽ നടന്ന സമരവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ, നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ വസ്തുതാപരമായ എന്ത് റിപ്പോർട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത്? ഒന്ന് പറയാവാ? ഞങ്ങൾ വസ്തുതാപരമല്ലാതെ നൽകിയ ഒരു റിപ്പോർട്ടിനെ കുറിച്ച് താങ്കൾ ചൂണ്ടിക്കാണിച്ചാൽ അത് നമുക്ക് തിരുത്താം. കുറച്ചു നേരത്തെ ഇപ്പൊ ഒരു 5 മിനിറ്റ് മുമ്പ് താങ്കൾ ഒരു 3 പേര് സംസാരിക്കുന്നതിന് മുമ്പ് താങ്കൾ പറഞ്ഞത് കുട്ടികൾ സമാധാനപരമായി സമരം ചെയ്തു എന്നാണ് താങ്കൾ പറഞ്ഞത്. അതെ, കുട്ടികൾ സമാധാനപരമായി തന്നെയാണ്. ശ്രീ ജ്യോതിഷ് കുമാർ, കുട്ടികൾ സമാധാനപരമായി തന്നെയാണ് സമരം ചെയ്തത്. അതിനിടയിലേക്ക് പോലീസിന്റെ അതിക്രമം ഉണ്ടായ സമയത്ത് ചില പ്രതികരണങ്ങൾ, യുവാക്കളാണ്, ചെറുപ്പക്കാരാണ്, അവരുടെ ഭാഗത്തു നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും അത്തരം പ്രതികരണങ്ങൾ ആ പ്രായത്തിൽ വരുന്ന ചെറുപ്പക്കാർ സമരം നടത്തുമ്പോൾ ഉണ്ടാവും. ആ പ്രതികരണങ്ങൾ എവിടെയായാലും ഉണ്ടാവും, അത് സ്വാഭാവികവുമാണ്. അതുപോലും ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അവരുടെ നേതാക്കളൊക്കെ ആഹ്വാനം ചെയ്തത്. പക്ഷേ ചില ഘട്ടത്തിലൊക്കെ അങ്ങനെ തല്ലുകൊണ്ടപ്പോൾ വീണ്ടും മാറോ എന്ന് പറഞ്ഞുകൊണ്ട് നിന്ന ഉശിരുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒക്കെ നമ്മൾ കണ്ടു. പോലീസുകാരൻ അടിച്ച് അയാളുടെ ലാത്തി കൈ കുഴയുമ്പോഴും എന്നെ അടിച്ചോളൂ എന്ന് പറഞ്ഞ് നിൽക്കുന്ന കുട്ടികളെ നമ്മൾ കണ്ടു. ചിലപ്പോൾ അവർ തിരിച്ചടിച്ചെന്നിരിക്കും. രാജ്യത്തെ ഒത്തുകൊടുക്കാൻ നടക്കുന്ന രാഹുൽ ഗാന്ധി അല്ലേ മാറോ എന്നും പറഞ്ഞിട്ട് ഈ പറഞ്ഞത്? അതല്ലേ ഈ പറയണത്? രാഹുൽ ഗാന്ധി അല്ലല്ലോ സമരം ചെയ്തത്, അവിടെ വേറെ കുട്ടികളല്ലേ സമരം ചെയ്തത്. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ സമരം ചെയ്തെങ്കിൽ അതിനകത്ത് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ മലപ്പുറം ജില്ലയിൽ നിന്ന് ഉൾപ്പെടെ പോയിട്ടുണ്ട്. അതിനകത്ത് ഈ ജ്യോതിഷ് അടക്കം പോകേണ്ടതല്ലേ? എന്ത് കാര്യത്തിന്?
ഈ രാജ്യത്തെ യുവാക്കളുടെ ഭാവിയെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം വരുമ്പോൾ ആ വിഷയത്തിൽ ഈ രാജ്യം സംരക്ഷിക്കേണ്ട ഈ രാജ്യത്തിന്റെ ഭാവി ആരാണ്? ഈ യുവാക്കളാണ്, ഈ ചെറുപ്പക്കാരാണ് നാളെ ഈ രാജ്യത്തെ നയിക്കേണ്ടത്. അവര് ഈ രാജ്യത്തിന്റെ ഭാവിക്ക് വേണ്ടി സമരം ചെയ്യുമ്പോൾ അവർക്കൊപ്പം നിൽക്കണ്ടേ നമ്മൾ? അതിന് കൈകാര്യം ചെയ്യാനൊക്കെ ഇവിടെ ഭരണകൂടം ഭരണ സംവിധാനമുണ്ട്. നേപ്പാളിലും ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും അട്ടിമറിച്ചു. ഇനി അടുത്തത് ഇന്ത്യയാണ് എന്നും പറഞ്ഞിട്ട് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ പറഞ്ഞു പോകണം. നടക്കുന്ന കാര്യം വല്ലോണോ? നിങ്ങളിവിടെ കേരളത്തിലെ മാപ്പറകൾ വിചാരിച്ചാൽ നടക്കുവാ ഈ കേന്ദ്ര ഭരണം അട്ടിമറിക്കാനായിട്ട്? ഞങ്ങളോ അല്ലെങ്കിൽ ഈ സമരം ചെയ്തവരോ ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഭരണകൂടത്തെ അട്ടിമറിക്കണമെന്ന് ആവശ്യം അവർ ഉന്നയിച്ചിട്ടേ ഇല്ല. അവർ ഈ ഭരണകൂടത്തെ അട്ടിമറിക്കാനാണോ സമരം ചെയ്തത്? അല്ല, അവർ ഈ രാജ്യത്ത് ന്യായമായ പരീക്ഷകൾ നടക്കണം. അവിടെ പരീക്ഷ എഴുതുമ്പോൾ ന്യായമായ കുട്ടികൾക്ക് അതിൽ പഠിച്ചെഴുതുന്ന കുട്ടികൾക്ക് ഉന്നത വിജയം ഉണ്ടാവണം. അതിനുവേണ്ടിയാണ് അവർ സമരം ചെയ്തത്. ഈ നാട്ടിലെ ജനങ്ങൾ ഇതൊക്കെ കണ്ടോണ്ടിരിക്കുന്നതാണ് സാറേ. ഈ നാട്ടിലെ ജനങ്ങൾ ഇതൊക്കെ കണ്ടോണ്ടിരിക്കുന്നതാണ്. എന്ത് കോപ്രായങ്ങളാണ് അവിടെ കണ്ടത്? വിദ്യാർത്ഥികളാണോ സമരം ചെയ്തത്? അവിടെ അക്രമം നടത്തിയത് വിദ്യാർത്ഥികളാണോ? ശ്രീ ജ്യോതിഷേ, എന്ത് കോപ്രായം താങ്കൾ കണ്ടത്? എന്തുകൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എടുക്കുന്നതൊക്കെ വിദ്യാർത്ഥികളെ പോലീസുകാർ കൈകാര്യം ചെയ്യണ വീഡിയോ നിങ്ങൾ കാണിക്കുന്നത്. അതിനുപരി 120ഓളം പോലീസുകാർക്ക് മർദ്ദനമേറ്റിട്ടുണ്ട്. സീരിയസ് അവസ്ഥയിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. എന്തിനു പറയണ്? ഒരു സ്ത്രീയുടെ ഒരു അമ്മയാണ്, അവരുടെ വയറ്റിൽ കിടന്ന കുഞ്ഞു വരെ നഷ്ടപ്പെട്ടു പോയി. അതിനെയൊക്കെ നിങ്ങൾ ന്യായീകരിക്കുന്ന പറഞ്ഞാൽ നിങ്ങൾ എവിടുത്തെ മാധ്യമപ്രവർത്തകരാണ്? ശ്രീ ജ്യോതിഷ്, താങ്കളെ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്, ഒരു സമരം നടക്കുന്ന ഘട്ടത്തിൽ പോലീസുകാർക്ക് മർദ്ദനമേറ്റിട്ടുണ്ടാവും. പക്ഷേ അവിടെ സമാധാനപരമായിട്ടാണ് അവർ സമരം നടത്തിയത്. ആ സമരത്തിനിടയിലേക്ക് പോലീസുകാർ പലതവണ ആക്രമണം നടത്തിയപ്പോൾ സ്വാഭാവികമായും ചെറുപ്പക്കാരുടെ ഇടയിൽ നിന്ന് പ്രതികരണം ഉണ്ടായി കാണും. അതിനിടയിൽ ചിലപ്പോൾ പോലീസുകാർക്ക് മർദ്ദനമേറ്റ് കാണും. അതൊന്നും ഞങ്ങൾ നിഷേധിക്കുന്നില്ല. അതൊക്കെ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് അതിന്റെ നേതൃത്വം അടക്കം ശ്രമിച്ചുകൊണ്ടിരുന്നത്. നിങ്ങളുടെ കണ്ണുകളിൽ മാത്രമേ കാണുന്നുള്ളൂ. നേരുന്നറിയുള്ള ക്യാമറ കണ്ണുകളിലൊന്നും അങ്ങനെയുള്ളതല്ല കാണുന്നത്. നിങ്ങൾ കാണുന്നതല്ല കാണുന്നത്. കേരളത്തിലെ മാധ്യമങ്ങൾ കാണുന്നതല്ല കാണുന്നത്. കേരളത്തിലെ മാധ്യമങ്ങളൊന്നും അല്ല ശ്രീ. സമരക്കാർ തന്നെ മാധ്യമങ്ങളുടെ, ഇന്ത്യയിലെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ നിലപാടിനെതിരായിട്ടാണ് അവർ നിലപാട് സ്വീകരിച്ചത് പോലും. പിന്നെ അതിനകത്തൊക്കെ മാധ്യമങ്ങളാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞാൽ, എന്റെ അഭിപ്രായത്തിൽ ഒരു കാര്യം പറയാനുള്ളത്, ഈ രാജ്യത്ത് ഈ ബംഗ്ലാദേശിലോ ശ്രീലങ്കയിലോ നേപ്പാളിലോ നടന്ന പോലെ ഭരണത്തെ അട്ടിമറിക്കാമെന്ന് പറഞ്ഞ് ഇവിടുത്തെ മാപ്രകൾ ആരാണ് ഭരണത്തെ അട്ടിമറിക്കാൻ പോയത്? ആരുടെ മുദ്രാവാക്യമായിരുന്നു അത്? എന്തിനാണെങ്കിൽ അട്ടിമറി എന്ന് ജ്യോതിഷ് വല്ലാതെ ഭയപ്പെടുന്നത്? ആര് ഭയപ്പെടുന്നത്? പിന്നെ അവര് പറഞ്ഞു അട്ടിമറിക്കണമെന്ന്. ഏതോ ഒരു വെകിടൻ ചെറുക്കൻ നിന്ന് പറയണ കേട്ടല്ല. ഏതോ ഒരു വെകിടൻ ചെറുക്കനല്ല ശ്രീ ജ്യോതിഷ. ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുള്ള, ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള, ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് വരുന്ന, കോടിക്കണക്കിന് വരുന്ന ചെറുപ്പക്കാരുടെ മനസ്സിൽ കിടക്കുന്ന ആഗ്രഹങ്ങളെ മുദ്രാവാക്യമാക്കി മാറ്റി അവർക്ക് വേണ്ടി മുന്നിൽ നിന്ന് സമരം നയിച്ച ചെറുപ്പക്കാരനാണ്. അതൊരു വെകിടൻ ചെറുപ്പക്കാരനല്ല. അങ്ങനെയുള്ള വെകിടനാണെങ്കിൽ അത്തരം വെകിടന്മാരാണ് ഈ രാജ്യത്തിന്റെ ഭാവിയെ നിശ്ചയിക്കുന്നത്. അഭിജിത്ത് ഗയുടെ സംസാരവും അദ്ദേഹത്തിന്റെ ലക്ഷ്യവും കാര്യങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനകത്ത് കൂടെ ഇവിടുന്ന് ഇപ്പം മലപ്പുറത്തുനിന്ന് പോയിട്ടുണ്ട്, കേരളത്തിൽ നിന്ന്. എന്താ ഈ മലപ്പുറത്തുനിന്ന് പോയാൽ കുഴപ്പം ജ്യോതിഷ്? മലപ്പുറത്തുള്ളവർ വേറെ ഏതെങ്കിലും രാജ്യത്തുള്ളവരാണോ? ജ്യോതിഷുള്ള അതേ അവകാശം തന്നെയാണ് മലപ്പുറത്തുള്ളവർക്കും ഉള്ളത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.